എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് കുംഭം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2025 വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കുംഭം രാശിയിലെ 2.25 നക്ഷത്രം അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂരട്ടാതി മുക്കാൽ ഭാഗം അടങ്ങിയതാണ്. കുംഭം രാശിക്കാർക്ക് മെയ് 14 4-ാം ഭാവം വിട്ട് 5-ാമത്തെ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2-11 ഭാവാധിപതിയാണ് വ്യാഴം. 11-ാം ഭാവാധിപതിയായ വ്യാഴം 11-ാം ഭാവത്തെ തന്നെ വീക്ഷിച്ചുകൊണ്ടാണ് 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഏകദേശം 1 വർഷക്കാലഘട്ടം വരെയും അനുകൂല ഫലം തന്നെയാണ്. കുംഭം രാശിക്കാർക്ക് 7.5 ശനിയുടെ 3rd ഫേസ് ആണ് നടക്കുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ സ്വാധീനം ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനായും സാമ്പത്തിക ഉയർച്ചയ്ക്കായും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. വിദ്യാഭ്യാസ പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാവും. ഭാവനാത്മകമായ ജോലികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂലമാണ്. ഗ്രാഫിക് ഡിസൈനേഴ്സ്, മ്യൂസിഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, അഡ്വർടൈസിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ഇവർക്കൊക്കെയും അനുകൂലം തന്നെയാണ്. വർക്ക് ക്വാളിറ്റി മെച്ചപ്പെടും. നിങ്ങളുടേതായ ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ പുതുമയുള്ള ആശയങ്ങൾ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി കൊടുക്കും. നിങ്ങളുടേതായ കഴിവ് എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം ഫൈനാൻഷ്യൽ ഗ്രോത്തും കരിയർ ഗ്രോത്തും ഉണ്ടാവും. മത്സര പരീക്ഷയിൽ വിജയം ഉണ്ടാവും. PSC UPSC ടെസ്റ്റിനൊക്കെ പഠിക്കുന്ന വ്യക്തികൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ വർഷം ജോലി കിട്ടും. ടീച്ചിങ് മേഖല, കൗൺസിലിംഗ്, അത്തരത്തിലുള്ള പ്രൊഫഷണൽസിന്, ലോയേഴ്സിനും ഒക്കെ വളരെ അനുകൂലമാണ്. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും ഉയർച്ചയുണ്ടാവും. വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടി കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ്. സ്പൗസിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കണം. സ്പൗസുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ കേതുവിൻ്റെ സ്വാധീനം കൊണ്ട് ഉണ്ടായേക്കാം. അതൊരു താൽക്കാലികമായ പ്രശ്നം മാത്രമാണ്. ചെറിയ പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊന്നും തന്നെ വലിയ അകൽച്ചയിലോട്ട് പോകാതെ ശ്രദ്ധിക്കുകയും വേണം. അത്തരത്തിലുള്ളൊരു പക്വതയും പാകതയും ഉണ്ടാവണം. പരസ്പര ബഹുമാനവും ദയവും, തെറ്റുകൾ ക്ഷമിക്കാനായിട്ടുള്ള ഒരു മനസ്സും ഉണ്ടാവണം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് എടുക്കണം. കേതുവിൻ്റെ സ്വാധീനം കൊണ്ട് ചില അകൽച്ചകളുടെ സൂചനകൾ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ സ്വാധീനം ഈ വിധ പ്രശ്നങ്ങളുടെ തീക്ഷ്ണത കുറയ്ക്കും. സന്താനം, ക്രിയേറ്റിവിറ്റി, സ്പൗസിനോടുള്ള റൊമാൻറ്റിക് അറ്റാച്ച്മെൻറ്റ്, പ്രണയം, ആസ്വാദനം, ഇതൊക്കെ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം. പരസ്പരം പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇമോഷണൽ ബോണ്ടിങ് അവിടെ ഉണ്ടാവും. ബന്ധങ്ങളിൽ ദൃഢതയുണ്ടാവും. സന്താനങ്ങളോട് വളരെ ആഴത്തിലുള്ള ആത്മബന്ധം വർദ്ധിക്കാൻ വ്യാഴത്തിൻ്റെ സ്വാധീനം സഹായിക്കുകയും ചെയ്യും. തൊഴിൽപരമായ ഉയർച്ചയുണ്ടാവും. എന്നാൽ പാർട്ട്ണർഷിപ്പിന് അനുകൂലമല്ല. കാരണം 7-ാം ഭാവത്തിലെ കേതുവിൻ്റെ സ്വാധീനം തന്നെയാണ്. കുംഭം രാശിക്കാർക്ക് പൊതുവിൽ സാമ്പത്തികമായ ഉയർച്ച താഴ്ചകൾ ഉണ്ട്. അതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ 2ഓ അതിലധികവുമായ ധനാഗമ മാർഗങ്ങൾ നമുക്ക് ഉണ്ടാവണം. എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ആശയങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ഈ കാലഘട്ടം അനുകൂലമാണ്. പുതിയ വിഷയങ്ങൾ പഠിക്കാനും ആഴത്തിൽ മനസ്സിലാക്കാനുമുള്ള താല്പര്യം പൊതുവേ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവും. മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയും. സന്താനസിദ്ധി, സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമുള്ള ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സ്വന്തം വിദ്യാഭ്യാസത്തിനും നിലവിലെ കടബാധ്യതകൾ പരിഹരിക്കുന്നതിനും അങ്ങനെ ധാരാളം സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് എന്ന് പറയാൻ കഴിയും. പുതിയ തൊഴിലവസരങ്ങളും പ്രൊമോഷനും സാലറി റിവിഷനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം, ലോ ആൻഡ് ഓർഡർ, ടെൻഡറിങ്, ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ, ഗൈനക്കോളജിസ്റ്റുകൾ, പീഡിയാട്രീഷ്യൻ, കലാവിനോദം, ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും. പക്ഷേ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഭാവിയിൽ വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള പ്രോപ്പർട്ടി വാങ്ങരുത്.
എന്നുള്ളതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ്, കണ്ണിൻ്റെ ആരോഗ്യം, ഈ വിധ വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഒരു തെറാപ്പിയോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ കൊടുക്കാനായിട്ട് നല്ല സമയമാണ്. ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അച്ഛനും മൂത്ത സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. മാതാപിതാക്കളിൽ നിന്ന് പിന്തുണയും സ്നേഹവും ഉണ്ടാകുന്ന സമയമാണ്. രാഹുകേതുക്കളുടെ സ്വാധീനം കൊണ്ട് പ്രണയം വിവാഹത്തിൽ എത്താതിരിക്കാൻ സാധ്യതയുണ്ട്. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ രമ്യമായി പരിഹരിക്കണം. തെറ്റിദ്ധാരണകൾ വന്നേക്കാം. ഈ കാലഘട്ടത്തിൽ വിവാഹിതരാകുന്നവർക്കും പക്വതയും പാകതയും ഉണ്ടെങ്കിലേ വിവാഹം കഴിക്കാവുള്ളൂ ഈ സമയത്ത് എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന വ്യക്തികൾ ബിസിനസ്സിൽ സുതാര്യത നിലനിർത്തണം. ഏകപക്ഷീയമായ നിലപാടുകൾ ബിസിനസ്സിൽ ഉണ്ടാകരുത്. പരസ്പര ബഹുമാനം നിലനിർത്തണം. സിംഗിൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ രണ്ടുപേരായിട്ട് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ പോലും ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ എത്തത്തില്ല. പാർട്ട്ണർഷിപ്പ് ഫേം പുതുതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമല്ല, തീർത്തും അനുകൂലമല്ല. സിംഗിൾ ഓണർഷിപ്പിൽ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. ജോലിയിൽ ഹയർ മാനേജ്മെൻറ്റോ സഹപ്രവർത്തകരോ കുറച്ച് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലെ സാഹചര്യങ്ങൾ ജോലി മാറാനായിട്ടൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ കിട്ടുമെങ്കിലും എംപ്ലോയർ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ഓഫർ ലെറ്ററിൽ കൃത്യമായി മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേണം. പുതിയ ഓഫർ ലെറ്റർ കിട്ടിയിട്ടേ നിലവിലെ ജോലി റിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഹോട്ടൽ ബിസിനസ്സിന് അനുകൂലമാണെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. 7-ലെ ഖേദവും 2-ലെ ശനിയും ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഈ വെല്ലുവിളികൾ താൽക്കാലികമാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. മതപഠനം, മന്ത്രപഠനം, താന്ത്രികം, ജ്യോതിഷം ഇതൊക്കെ പഠിക്കുന്നവർക്ക് അനുകൂലമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടാവും. ധാർമ്മിക ബോധവും ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. സോഷ്യൽ വർക്കേഴ്സ്, പൊളിറ്റീഷ്യൻസിനും ഒക്കെ തന്നെയും അനുകൂലമാണ്. പൊതുവിൽ ആത്മീയ ചിന്തകൾ ഉള്ളവരാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആഴത്തിൽ ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ, ഓർമ്മശക്തി, ഗ്രാസ്പിംഗ് പവർ ഇതൊക്കെ മെച്ചപ്പെടുന്ന കാലഘട്ടമാണ്. ഹയർ സ്റ്റഡീസിന് അനുകൂലമാണ് ഈ കാലഘട്ടം. ക്യാമ്പ് സെലക്ഷൻ വഴി ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഇന്നർ ക്വാളിറ്റീസ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും അതിൽ വിജയം കണ്ടെത്താനും കഴിയുന്ന സമയമാണ്. IT പ്രൊഫഷണൽസിനും വ്ളോഗേഴ്സിനും ന്യൂസ് റീഡേഴ്സ്, സിനിമ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാനായിട്ടൊക്കെ കഴിയും. ജനശ്രദ്ധ പിടിച്ചു പറ്റാനും കഴിയുന്നതായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.